എല്ലാവർക്കും നമസ്കാരം. ഈ ചതി വേണ്ടായിരുന്നു. ഈ വാക്കുകൾ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. സ്നേഹിക്കുന്ന ചില പ്രിയപ്പെട്ടവരിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ വരുമ്പോൾ അതൊരു ചതിയായിട്ട് നമ്മൾ കാണുകയാണ്. കൂടെ നടന്നവരും കൂടെ ഇരുന്നവരും കൂടെ ഭക്ഷണം കഴിച്ചവരും സ്നേഹത്തോടുകൂടെ നമ്മോടുകൂടെ ഇടപെടുന്നവരും ഒക്കെ നമ്മളിൽ നിന്നും ചില വേദനിക്കുന്ന അനുഭവം നമുക്ക് തരുമ്പോൾ നമ്മൾ പറയും, അവൻ കൂടെ നിന്ന് നമ്മെ ചതിച്ചു. അതാണ് നമ്മൾ പറയുന്നത്. 91-ാം സങ്കീർത്തനത്തിലെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അവൻ നിന്റെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് പിടിവിക്കും. ഒരു വേട്ടക്കാരൻ, നമ്മളറിയാത്ത, നമ്മൾ കാണാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത, നമ്മുടെ പിന്നാലെ വരുന്ന ഒരു വേട്ടക്കാരൻ. ഇത് പറയുമ്പോൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ ഒരു ചതിവിൻ്റെ കഥകിടപ്പുണ്ട്. ദാവീദ് രാജാവ് തൻ്റെ അരമനയിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ വിദൂരയിൽ ഒരു പെൺകുട്ടി കുളിക്കുന്നത് കണ്ടു. ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഉരിയാവിൻ്റെ ഭാര്യയാണ് എന്നറിഞ്ഞു. ഉരിയാവോ ദാവീദിൻ്റെ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, പട്ടാളക്കാരനാണ്. അവളോടൊരു ഇഷ്ടവും താല്പര്യവും ഉണ്ടായി അവളെ വീട്ടിലേക്ക് വിളിക്കുകയും അതിനുശേഷം നടന്ന ചില സംഭവങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ വളരെ വേദനിപ്പിച്ചു. അങ്ങനെ ഊരിയാവിനെ താൻ വിളിപ്പിച്ചു. അതിനുശേഷം ഒരു കത്ത് കൊടുത്തു വിട്ടു, ഏറ്റവും ശക്തമായ പടയുള്ള സ്ഥലത്ത് ഊരിയാവിനെ നിർത്തണം എന്ന്. അങ്ങനെ നിർത്തി ഊരിയാവിനെ കൊല്ലിച്ചു. അതാണ് ഒരു ചതി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം നിൽക്കുന്ന പലരുടെയും മനസ്സ് നമുക്ക് കാണാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. തിരിച്ചറിവ് മനസ്സിലാക്കുന്ന സമയം വൈകും. അപ്പോഴത്തേക്ക് നമ്മൾ വീഴും. അത് വീഴാതിരിക്കുവാൻ ദീർഘവീക്ഷണത്തോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസ ജീവിതത്തിൻ്റെ നല്ല പൊരുതിക്കൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി യാത്ര ചെയ്യാം. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. അതിനായി ഒരുക്കട്ടെ. വീണും താണും പോകാതെ ശക്തി പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകാം.